ഇപ്പം പ്രധാനപ്പെട്ട ചർച്ച ലിയാക്കത്തൊക്കെ പ്രധാനപ്പെട്ട ചർച്ച അടിമത്തത്തെക്കുറിച്ചാണ്. എന്തൊരു ഞാനിക്കാൻ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എത്ര ഇറലവൻ്റായ കാര്യങ്ങളാണെന്ന്. ഇനി ഇസ്ലാം അടിമത്തം അംഗീകരിച്ച് തന്നെ കൂട്ടട്ടെ, ആധുനിക സമൂഹത്തിൽ അതിനെന്ത് റെലവൻസി ഉള്ളതെന്ന്. ഈ സയൻസിൻ്റെ സംഭാവനയെക്കുറിച്ച് ചിന്തിക്കേണ്ട, കൂടുതൽ കുട്ടികളെ സയൻസിലേക്ക് ആകർഷിക്കേണ്ട നമ്മൾ 1400 കൊല്ലം മുമ്പ് അവതീർണമായി എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന, അയാൾ വിശ്വസിക്കാത്തവർക്കാണ് വിശ്വസിക്കാൻ അവകാശമുള്ള ഒരു പുസ്തകത്തിൽ അടിമത്തത്തെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വർത്തമാന ലോകത്ത് എന്ത് പ്രാധാന്യമുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ. കോഴിക്കോട് ഈയിടെ നടന്ന പാനോസ് എന്ന സെമിനാറിൽ നമ്മുടെ സുഹൃത്ത് ഷുക്കൂർ വക്കീൽ സംസാരിക്കുന്നതിനിടെ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ചോദ്യമല്ല, അതൊരു പൊതുവിൽ ഇസ്ലാം മതരംഗത്തെ പരിഷ്കരണവാദികളും മറ്റു പലരും ഉന്നയിക്കാറുള്ള ഒരു ആരോപണം പോലെയുള്ള ഒരു ചോദ്യമാണ്. ആ ആരോപണം അല്ലെങ്കിൽ ചോദ്യം ഉന്നയിക്കുന്നത് ഞങ്ങളെപ്പോലെ മതത്തെ പ്രത്യക്ഷത്തിൽ വിമർശിക്കുന്ന ആളുകൾക്ക് എതിരെയാണ്. ഞങ്ങളുടെ മതവിമർശനത്തിന് പ്രസക്തിയില്ല എന്നും മതം പരിഷ്കരിക്കുകയാണ് വേണ്ടത് എന്നും മതത്തെ അങ്ങനെ തള്ളിക്കളയേണ്ടതില്ല എന്നും വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ഉദ്ദേശ്യശുദ്ധിയെയോ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെയോ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അവരോട് നമുക്ക് പ്രത്യേകിച്ചൊരു ആദരവിൻ്റെ കുറവോ ബഹുമാനക്കുറവോ ഒന്നുമില്ല. മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹിപ്പിക്കാറേ ഉള്ളൂ. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ അനാവശ്യമായി അവരുടെ നിലപാടുകളെ വിമർശിക്കുകയോ ഒന്നും ചെയ്യാറുമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മുസ്തഫ മൗലവി, അതുപോലെ അന്തരിച്ചുപോയ ചേകന്നൂർ മൗലവി, അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മതവിശ്വാസികളാണ് എന്ന് നടിച്ചുകൊണ്ട് മതത്തെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്തഫ മൗലവിയെ പോലെ തന്നെ ഷുക്കൂർ വക്കീലിനെ പോലെയുള്ള ആളുകളും ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നതാണ് മറ്റൊരു രീതിയിലാണെങ്കിൽ. അതിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇടയ്ക്ക് അനാവശ്യമായിട്ട് നമ്മളെപ്പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ മതവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഒന്ന് മാന്താനും ചൊറിയാനും ഒക്കെ വരാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. തിരിച്ച് നമ്മളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ മാന്താനും ചൊറിയാനും പോവേണ്ടതില്ല, പോകാറുമില്ല. എൻ്റെ ഒരു നിലപാടതാണ്. അപ്പോൾ ഷുക്കൂർ വക്കീലിൻ്റെ സംസാരത്തിൽ വന്നൊരു പ്രശ്നം എന്താണ്, എന്തിനാണ് ഈ യുക്തിവാദികൾ, എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ അടിമത്തം പോലെയുള്ള കാര്യങ്ങൾ, കാലഹരണപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ചയും സംവാദവും നടത്തുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് ഇക്കാലത്ത്? ഇന്ന് അതൊന്നും ഇല്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റപ്പെടുത്തൽ. അതിന് ഒരു പ്രതികരണമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഷുക്കൂർ വക്കീൽ പറഞ്ഞതുകൊണ്ടല്ല ഇതിനോട് പ്രതികരിക്കുന്നത്. ഇത് പൊതുവിൽ പലരും ഉന്നയിക്കാറുള്ള ഒരു വാദമാണ്. ഇപ്പോൾ യുക്തിവാദികളും സ്വതന്ത്രചിന്തകരുമായിട്ടുള്ള ആളുകൾക്കിടയിൽ തന്നെ മതവിമർശനത്തിലൊന്നും താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇനി മതവിമർശനത്തിൽ താല്പര്യമുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ മതത്തെ അങ്ങനെ വിമർശിക്കൊന്നും വേണ്ട, മറ്റു മതങ്ങളെയൊക്കെ വിമർശിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട പുരോഗമനവാദികളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇത്. കൂട്ടത്തിൽ മതമൗലികവാദികളായ ആളുകൾ, മതത്തെ സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകളും ഇതേ ചോദ്യം ഉന്നയിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ എന്തിനാണ് ഈ കാലഹരണപ്പെട്ട അടിമത്തം പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഈ കാലത്ത് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അടിമത്തത്തെക്കുറിച്ച് ലിയാക്കത്തും വേറെ ഒരു സുഹൃത്തും തമ്മിൽ നടന്ന ഒരു സംവാദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പലരും അതിനോട് പ്രതികരിച്ചുകൊണ്ടും ഇതേ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതായിട്ട് കാണാം. എന്തിനാണ് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മതത്തെ കുറ്റപ്പെടുത്തുന്നത്? ഈ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ മതത്തെ വിമർശിക്കുമ്പോൾ, അതല്ലെങ്കിൽ മതത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ഷുക്കൂർ വക്കീൽ ഉൾപ്പെടെയുള്ള മുസ്തഫ മൗലവി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഈ മത സംരക്ഷകരായിട്ടുള്ള മൗലികവാദികളായിട്ടുള്ള ആളുകൾ, അത് കേരളത്തിൽ കുറച്ചൊന്നല്ല, ഒരുപാട് സംഘടനകളിൽ അണിനിരന്നുകൊണ്ട് 900 വേദികളിലൂടെ ഈ മതമൗലികവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. സാധാരണക്കാരായ വിശ്വാസികളിൽ അവർ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്, എത്ര ശതമാനം ആളുകൾ ഇവരെ പൂർണ്ണമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്നതൊക്കെ വേറെ വിഷയമാണ്.
പക്ഷേ ഇവർ ഈ സമുദായത്തെ എന്നും നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട്. ആ സമുദായത്തിനകത്ത് എന്തെങ്കിലും ഒരു ശബ്ദം, ഒരു കാലോചിതമായ ഒരു ശബ്ദം ഉയർന്നു വന്നാൽ അവർക്കെതിരായിട്ടൊക്കെ ചാടി വീണ് ഇവർ പ്രതികരിക്കാറുണ്ട്. ഈ പറയുന്ന ശുക്കൂർ വക്കീൽ ഇപ്പോൾ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വളരെയധികം ശ്ലാഘനീയമാണെന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിപ്ലവം തന്നെയാണത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മുസ്ലിം കുടുംബങ്ങളാണ് ഇന്ന് രജിസ്റ്റർ ഓഫീസുകളിൽ പോയിട്ട് അവരുടെ വിവാഹം പുതുക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ദമ്പതികൾ. എങ്ങനെയുള്ള ദമ്പതികൾ? മക്കളും പേരമക്കളുമായ മരിക്കാറായ പ്രായമായ ആളുകളാണ് രജിസ്റ്റർ ഓഫീസിൽ നിത്യവും പോയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ ഏത് മുസ്ലിം മേഖലയിലുള്ള ഏത് രജിസ്റ്റർ ഓഫീസിൽ പോയി നോട്ടീസ് ബോർഡിൽ നോക്കിയാലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ മാരേജിന് വേണ്ടിയുള്ള അപേക്ഷയുടെ നോട്ടീസ് അവിടെ കാണാം. നിങ്ങൾക്ക് ഒന്നും രണ്ടും അല്ല, നിരവധി നോട്ടീസുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച് കുട്ടികളും മക്കളും പേരമക്കളും ആയിട്ടുള്ള ആളുകൾ വീണ്ടും പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ശുക്കൂർ വക്കീൽ തുടങ്ങി വെച്ച ഒരു വിപ്ലവമാണത്. എന്തിനു വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? മരണാനന്തരം സ്വത്തവകാശം, അനന്തരാവകാശം തങ്ങളുടെ മക്കൾക്ക് നീതിപൂർവ്വം ലഭിക്കണം. ആൺപെൺ വ്യത്യാസമില്ലാതെ മക്കൾക്ക് തുല്യമായിട്ട് ലഭിക്കണം. പെൺമക്കൾ മാത്രമുള്ളവരാണ് അധികവും ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പോകുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും വലിയ അനീതി നിലനിൽക്കുന്നത്. പെൺമക്കൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ അവരുടെ മക്കൾക്ക് കിട്ടാതെ അന്യാധീനപ്പെട്ടു പോകും. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അത് ഒഴിവാക്കാനുള്ള ഒരു നിയമപരമായ സൂത്രമാണ് ശുക്കൂർ വക്കീൽ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത്. അതനുസരിച്ച് ഇപ്പോൾ ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ നിയമമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഇന്ത്യയിലെ മതേതര നിയമം മതി എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ ശുക്കൂർ വക്കീൽ അടക്കമുള്ള ആളുകൾക്കെതിരെ, അല്ലെങ്കിൽ മുസ്തഫ മൗലവിയെ പോലുള്ള ആളുകൾ പറയുന്ന ആശയങ്ങൾക്കെതിരെ മതമൗലികവാദികൾ രംഗത്തുണ്ട്. അവരെന്ത് വാദമാണ് ഉന്നയിക്കുന്നത്? അവരുന്നയിക്കുന്നത് ഇവരൊക്കെ മതവിരുദ്ധരാണ്, ഇവർ മുനാഫിക്കുകളാണ്, ഇവർ മതത്തെ തകർക്കാൻ നടക്കുന്നവരാണ്. കാരണം നമ്മുടെ മതത്തിൻ്റെ നിയമം അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി തന്ന നിയമമാണ്. ആ നിയമത്തിൽ യാതൊരു കുഴപ്പവുമില്ല. അതിൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവർ കാഫിറായി പോകും, അവർ മുർത്തദ്ദായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് മുർത്തദ്ദിൻ്റെ ചാപ്പ കുത്തിക്കൊണ്ട്, മുനാഫിക്കിൻ്റെ ചാപ്പ കുത്തിക്കൊണ്ടാണ് ഇവർക്കെതിരായിട്ട് ഈ മതമൗലികവാദികൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളേതായാലും പ്രഖ്യാപിത മുർത്തദ്ദുകളാണ്. ഞങ്ങൾക്ക് പിന്നെ ആ പ്രത്യേക ചാപ്പയുടെ ആവശ്യമില്ല. ഞങ്ങൾ ഈ മതത്തെ തള്ളിപ്പറയുന്നവരാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ട് ഇവർ കാണുന്നത് ഈ പരിഷ്കരണവാദികളെയാണ്. കാരണം അതുകൊണ്ടാണ് ഞാനൊക്കെ ഇന്നും ജീവിച്ചിരിക്കുകയും ചേകനൂർ മൗലവി കൊല്ലപ്പെടുകയും ചെയ്തത്. ഏതാണ്ട് ഒരേ കാലത്ത് ഈ പരിപാടികൾ നടത്തിയിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ചേകനൂർ മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാം മതത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്ന ആളാണ് ഞാൻ. പക്ഷേ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നു, മൗലവിയെ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മതമൗലികവാദികൾക്ക് കൃത്യമായിട്ട് അറിയാം. മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നവരാണ് മതത്തിന് വലിയ ദ്രോഹം ചെയ്യുന്നത്, മതത്തെ പൊളിക്കുന്നത് അവരാണ് എന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഇതുപോലുള്ള പരിഷ്കരണവാദികൾക്ക് നേരെ ഇവരുന്നയിക്കുന്ന വാദം, ഈ മതം എന്ന് പറയുന്നത് ദൈവം ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്നും അത് ഒരുപാട് പ്രവാചകന്മാരിലൂടെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയ അവസാനത്തെ പ്രവാചകൻ അവസാനത്തെ കിതാബും കൊണ്ടുവന്നു അതിൽ പിന്നെ ഒരു വള്ളി പുള്ളി കുത്തുകോമ മാറ്റാതെ ലോകാവസാനം വരേക്കുള്ള സമ്പൂർണമായ നിയമവ്യവസ്ഥയാണ്, ഇതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന ഇസ്ലാമിൻ്റെ മൗലികവാദം പറഞ്ഞുകൊണ്ട് ആ മൗലികവാദത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകളാണ് ഈ പരിഷ്കരണവാദികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ചാപ്പകുത്തുകയാണ്. കാരണം മുസ്ലിം കുടുംബത്തിലെ പെൺമക്കൾക്ക് നീതി ലഭിക്കുന്നില്ല ശരീഅത്ത് നിയമം അനുസരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇസ്ലാം മതം കാലഹരണപ്പെട്ടിരിക്കുന്നു, ഇസ്ലാം മതം ശരിയല്ല, ഇസ്ലാം മതത്തിലെ നിയമങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്ന് മുസ്ലിം വിശ്വാസികൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദികൾ ഇസ്ലാമിനെ തള്ളിപ്പറയുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുനാഫിക്ക് ചാപ്പയും മുർത്തദ് ചാപ്പയും കുത്തിക്കൊണ്ടാണ് ഇവർ ഇതിനെ നേരിടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ എന്തുകൊണ്ടാണ് അടിമത്തം പോലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ
ഇന്ന് പ്രസക്തി ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് വിമർശിക്കുന്നത്. അത് നിങ്ങൾക്കെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ടും ഒക്കെ ഈ മതമൗലികവാദികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, അതുതന്നെയാണ് ഈ മതത്തിൻ്റെ ആശയപരമായ അടിത്തറ എന്ന് പറയുന്നത്. ഇസ്ലാം മതം എന്ന് പറയുന്നത് ദൈവം ഇറക്കിയതാണെന്നും അത് കാലഹരണപ്പെടാത്തതാണെന്നും കാലാതീതമാണ്, ലോകാവസാനം വരെ അതിൽ ഒരു കുത്തും കോമയും മാറ്റേണ്ടി വരില്ല എന്നും മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ദൈവമാണത് ഇറക്കിയിട്ടുള്ളതെന്നും മനുഷ്യർക്ക് സ്വന്തമായി നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല എന്നും ആണ് ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാദം. ആ വാദം തെറ്റാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടല്ലാതെ ഈ മൗലികവാദത്തെ നമുക്ക് നേരിടാൻ കഴിയില്ല. നിങ്ങൾക്ക് അവിടെ കുറച്ച് അഴകുഴമ്പൻ നിലപാടൊക്കെ എടുത്തുകൊണ്ട് ഈ കുഴപ്പം ഇസ്ലാമിനല്ല, കുഴപ്പം ഖുർആനല്ല, കുഴപ്പം നബിക്കല്ല, കുഴപ്പം മുഴുവൻ ഇന്നത്തെ തലീകെട്ടിട്ട് നടക്കുന്ന മൂല്യന്മാർക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണ് പരിഷ്കരണവാദികൾ കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുക. ഇന്നത്തെ മൂല്യന്മാർക്കാണ്, പുരോഹിതന്മാർക്കാണ് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതത്തെ സംരക്ഷിക്കുകയാണ്. ഈ മതത്തിനൊരു കുഴപ്പമില്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഖുർആനൊരു കുഴപ്പമില്ല, നിയമത്തിനൊരു കുഴപ്പമില്ല, ശരീഅത്തിനൊരു കുഴപ്പമില്ല, അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് തുടങ്ങിയിട്ടുള്ള കുറേ വാദങ്ങൾ. അതുപോലെ ഇതൊക്കെ മുആവിയാണ് കുഴപ്പക്കാരൻ, അല്ലെങ്കിൽ അബൂ ഹുറൈറയാണ് കുഴപ്പക്കാരൻ എന്നുള്ള വാദങ്ങളൊക്കെയാണ്. ശരി, ആ വാദങ്ങളൊക്കെ ഉന്നയിച്ചോളൂ, അതനുസരിച്ച് നിങ്ങൾ കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റാനും പരിഷ്കരിക്കാനും ശ്രമിച്ചോളൂ, നമുക്ക് അതിനോട് വിരോധമൊന്നുമില്ല. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതുപോലെ വന്നിട്ട് നമ്മുടെ നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് അതിനോട് പ്രതികരിക്കേണ്ടി വരും. ഈ മതത്തിൻ്റെ അടിസ്ഥാനപരമായ ഈ വാദം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പരിഷ്കരണവാദത്തിന് പോലും സമുദായത്തിനകത്ത് ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ ഒരു പരിധിക്കപ്പുറം സാധിക്കില്ല. കാരണം അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മൗലികവാദികൾ വിവിധ സംഘടനകളിൽ പെട്ട ഈ മതപണ്ഡിതന്മാർ ഓടി നടന്ന് ഈ മതം പ്രചരിപ്പിക്കുന്ന മൗലികവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: മതം ദൈവീകമാണ്, മനുഷ്യർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല, അതുകൊണ്ട് വള്ളിപുള്ളി മാറ്റാതെ സംരക്ഷിക്കേണ്ട നിയമമാണ്. അതിലെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ പോലും നമ്മൾ അതിനെ അംഗീകരിക്കണം. ഇതാണ് വാദം. ഇതിപ്പോൾ കാലത്തിന് യോജിച്ചതല്ല, ഇതിൽ നീതിയില്ല, ഇത് ഇന്നത്തെ കാലത്തിന് പറ്റിയതല്ല, ഇത് നമ്മുടെ മക്കളോട് അനീതി കാണിക്കുന്നു, ഇതിൽ അസമത്വമുണ്ട്, ഇതിൽ മോശം കാര്യങ്ങളുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഇത് പരിഷ്കരിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നോ നമ്മൾ വാദിക്കുമ്പോഴാണ് ഈ വാദം കൊണ്ടുവരുന്നത്. മനുഷ്യർക്ക് അങ്ങനെയൊക്കെ തോന്നിയാൽ പോലും, തൽക്കാലം അതിൽ തെറ്റുണ്ടെന്ന് തോന്നിയാൽ പോലും അതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ദൈവത്തിന് അതിൻ്റെ യുക്തി അറിയാം, അതുകൊണ്ട് ദൈവം കൊടുത്തയച്ച നിയമത്തിൽ യാതൊരു കുഴപ്പമില്ല എന്നുള്ള വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. ആ വാദത്തെ തകർക്കണമെങ്കിൽ ഈ വാദം ശരിയല്ല, മതം മനുഷ്യനിർമ്മിതമാണ്, അത് കാലാതീതമല്ല, അത് കാലഹരണപ്പെട്ടതാണ്, അത് ഉണ്ടായ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച്, അന്നത്തെ മനുഷ്യൻ്റെ അറിവിനനുസരിച്ച്, അന്നത്തെ മനുഷ്യൻ്റെ സംസ്കാരത്തിനനുസരിച്ച്, അന്നത്തെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യരുണ്ടാക്കി വെച്ചതാണ്. ഇതൊന്നും ദൈവമുണ്ടാക്കിയതല്ല, ഇതൊന്നും കാലാകാലത്തേക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ, എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഈ മതവിശ്വാസത്തെ മൗലികവാദികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും വിശ്വാസികളായ ആളുകളെ കാലത്തിനനുസരിച്ച് മനുഷ്യരാക്കി മാറ്റാനുള്ള പ്രവർത്തനം മുന്നോട്ട് നയിക്കാനും കഴിയില്ല എന്ന തിരിച്ചറിവുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ മതത്തിൽ നിന്നും ഉദാഹരണങ്ങൾ എടുക്കും. ആ ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് പ്രസക്തമാണോ അല്ലേ എന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല. കാരണം ദൈവം ഇറക്കിയ ഒരു നിയമമാണെന്നും ലോകാവസാനം വരേക്ക് വള്ളിപുള്ളി മാറ്റാതെ സംരക്ഷിക്കേണ്ട നിയമമാണ് എന്നും പറയുമ്പോൾ അതിനകത്ത് അടിമത്തം ഉണ്ടാവാൻ പാടില്ല, അതിനകത്ത് അത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അതിനകത്ത് സ്ത്രീകളെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് എല്ലാ കാലത്തും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ സ്വീകാര്യമായി തോന്നുന്ന വിധത്തിൽ ശാസ്ത്രീയമായിരിക്കണം, മാനവികമായിരിക്കണം, നീതിയുക്തമായിരിക്കണം, യുക്തിസഹമായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ അടിമത്തം പോലുള്ള ഉദാഹരണങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ ഷുക്കൂർ വക്കീലിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് മുസ്ലിം കുടുംബത്തിൽ
പെൺമക്കൾക്ക് അനന്തരാവകാശം നൽകുന്നിടത്ത് അനീതിയുണ്ട് എന്നാണ്. അത് പറയുമ്പോൾ ഇസ്ലാം മതം അനീതി നിറഞ്ഞ മതമാണ് എന്ന് തന്നെയാണ് നിങ്ങളും പറയുന്നത്. നിങ്ങളത് വളച്ചു കെട്ടി പറയുന്നു, ഞങ്ങളത് പ്രത്യക്ഷമായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. പെൺമക്കൾക്ക് ആൺമക്കൾക്ക് നൽകുന്നതിൻ്റെ പകുതി അവകാശമേ ഉള്ളൂ എന്നും പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ സ്വത്ത് മുഴുവൻ അവർക്ക് കൊടുത്തുകൂടാ, മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നും പറയുന്ന ശരീഅത്ത് നിയമം ഈ കാലത്തെ നമ്മുടെ കാലഘട്ടത്തിലെ കുടുംബ സംവിധാനവുമായിട്ട്, നമ്മുടെ സാമൂഹ്യ സംവിധാനവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. അത് നമ്മുടെ നീതിബോധവുമായി പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ നിയമം മതത്തിലുണ്ടെങ്കിലും മതഗ്രന്ഥത്തിലുണ്ടെങ്കിലും എവിടെ ഉണ്ടെങ്കിലും ശരി നമുക്ക് സ്വീകാര്യമല്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ മൂല്യന്മാരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തിരിച്ചും വളച്ചും പറഞ്ഞിട്ടോ നിങ്ങൾ മതത്തിനല്ല കുഴപ്പം, വേറെ ആർക്കാണോ കുഴപ്പം എന്ന് വാദിച്ചോളൂ. പക്ഷേ വസ്തുത അതല്ല എന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മൾ ഇനിയും ഈ മതത്തെ ഈ രീതിയിൽ വെള്ള പൂശിയിട്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും ഇതിൻ്റെ ആയുസ് നീട്ടിക്കൊണ്ടു പോവേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും മനുഷ്യനാവണമെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായി മോചനം നേടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ മതത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയും ആ ആശയം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിന് പറ്റിയ ഉദാഹരണങ്ങൾ നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കും. അപ്പോഴാണ് അടിമത്വമൊക്കെ പ്രസക്തമാകുന്നത്. അപ്പോഴാണ് ഇസ്ലാമിൽ കാലഹരണപ്പെട്ട വസ്തുതകളുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന മറ്റു ഉദാഹരണങ്ങളൊക്കെ പ്രസക്തമാകുന്നത്. ഭാര്യയെ തല്ലണം എന്ന് ഖുർആനിൽ പറയുമ്പോൾ ഞങ്ങളതെടുത്ത് പറയും. അപ്പം ഇന്നാരെങ്കിലും തല്ലുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, തല്ലാൻ ഒരു ദൈവം പറയുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. അടിമത്തം ശരിയാണ് എന്ന് പറയുന്നു, അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണം വരെ ന്യായമാണ് എന്ന് ഖുർആനിൽ പച്ചയായിട്ട് പറയുമ്പോൾ അത് ഒരു ദൈവം പറഞ്ഞതാവാൻ സാധ്യതയുണ്ടോ, അതോ അത് ആ കാലഘട്ടത്തിലെ നിയമമാണ്, ആ കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് എഴുതി വെച്ചതാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉദാഹരണമെടുത്ത് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അടിമത്തത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് മതത്തിൻ്റെ ആളുകൾ പറയുന്നത്? അത് ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്, അത് മുഹമ്മദ് നബീൻ്റെ കാലത്തും ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഒറ്റയടിക്കത് മാറ്റാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെയാണ് ഈ പറയുന്നത്. ഇസ്ലാം എന്ന മതത്തിൻ്റെ എല്ലാ അവകാശവാദങ്ങളെയും പൊളിച്ചു കളയുന്ന വാദമാണ്. കാരണം ഇസ്ലാം മതം പറയുന്നതനുസരിച്ച് ദൈവം മനുഷ്യർക്ക് നിയമങ്ങൾ ഇറക്കി തന്നതും ദൈവം മനുഷ്യർക്ക് വേദങ്ങൾ ഇറക്കി തന്നതും ദൈവം പ്രവാചകന്മാരെ അയച്ചതും എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യർക്ക് ശരിയും തെറ്റും പഠിപ്പിച്ചു കൊടുക്കാനാണ്. ധാർമ്മികത എന്ത് അധാർമികത എന്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ്. അപ്പോൾ പണ്ട് മുതലേ അടിമത്തമുണ്ടായിരുന്നു, ഹമ്മുറാബിയുടെ കാലത്ത് അടിമത്തമുണ്ടായിരുന്നു, അതിനു മുമ്പ് അടിമത്തമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? മുഹമ്മദ് നബിക്ക് മാത്രമല്ല അടിമത്തം നേരിടേണ്ടി വന്നത് എന്ന് പറയാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചോൻ അടിമത്തം ഒരു തെറ്റാണ് എന്ന് തോന്നൽ എപ്പോഴെങ്കിലും ഈ പഠിച്ചോൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് അടിമത്തം ഇല്ലാതാക്കാൻ ഒന്നാം ഘട്ടം തുടങ്ങിയാൽ പോരല്ലോ. അടിമത്തം എന്നുണ്ടോ അന്നിറങ്ങിയ പ്രവാചകന്മാരോടൊക്കെ അള്ളാഹു എന്ന പഠിച്ചോൻ പറഞ്ഞേക്കണ്ടേ ഈ അടിമത്തം നിർത്തണം, ഇത് ശരിയല്ല എന്ന് പറയണ്ടേ? അല്ലാതെ എല്ലാ കാലത്തും അടിമത്തം ഉണ്ടായിരുന്നതുകൊണ്ട് മുഹമ്മദ് നബിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഇസ്ലാം എന്ന മതത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടില്ലേ? എല്ലാ കാലത്തും മനുഷ്യന്മാർ കള്ളുടിക്കുന്നുണ്ട്, ഇന്നും കള്ളുടിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തിനാ മുഹമ്മദ് നബി കള്ളുടി ഹറാമാക്കിയത്? എല്ലാ കാലത്തും മനുഷ്യർ ചെയ്യുന്ന തിന്മകളെ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ദൈവം പ്രവാചകന്മാരെ അയച്ചത്? എല്ലാ കാലത്തും അടിമകളുണ്ടായിരുന്നു, അതുകൊണ്ട് മുഹമ്മദ് നബീൻ്റെ കാലത്തും അടിമകളുണ്ടായിരുന്നു, അതുകൊണ്ട് അള്ളാഹ്ക്ക് അതിനെതിരായിട്ടൊന്നും പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പിന്നെ എന്തിനാ പറ്റുക? അള്ളാഹിൻ്റെ നബിമാരെ പിന്നെ എന്തിനാ പറ്റുക? അള്ളാഹിൻ്റെ കിതാബുകളെ പിന്നെ എന്തിനാ കൊള്ളുക? അള്ളാഹു പിന്നെ ഈ പണിയെടുക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെ പ്രസക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിമത്തം പോലുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് ഉന്നയിക്കുന്നത് മതം മനുഷ്യനിർമ്മിതമാണ്, അതിനകത്ത് ഒരു ദൈവവും ഇടപെട്ടിട്ടില്ല, അത് കാലഹരണപ്പെട്ടതാണ്, അത് ഈ കാലത്തും നമ്മളിങ്ങനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട സാധനമല്ല. മനുഷ്യർക്ക് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ, മനുഷ്യൻ്റെ ആധുനിക മാനവിക മൂല്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ ധാർമ്മിക സങ്കല്പങ്ങളെ തിരുത്തി എഴുതാൻ,
ആധുനിക കാലത്ത് മനുഷ്യോചിതമായിട്ടുള്ള കാലോചിതമായിട്ടുള്ള നിയമങ്ങൾക്കൊപ്പം മനുഷ്യർക്ക് സഞ്ചരിക്കാൻ, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് മനുഷ്യനാവാൻ ഈ കാലഹരണപ്പെട്ട മതങ്ങൾ ആവശ്യമില്ല എന്നും ഈ മതങ്ങൾ നിലനിർത്തുന്നതാണ് ഇന്ന് മനുഷ്യൻ്റെ നന്മയിലേക്കും ധാർമ്മികതയിലേക്കുമുള്ള പുരോഗതിക്ക് തടസ്സമാകുന്നത് എന്നും സമൂഹത്തോട് വിളിച്ചു പറയുക എന്ന ധാർമ്മിക ചുമതലയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ആ ചുമതല നിർവഹിക്കുമ്പോൾ ആദ്യം മനുഷ്യരിൽ ഈ തിരിച്ചറിവുണ്ടാക്കണം. ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കണം. ഇത് കാലഹരണപ്പെട്ടതാണ് എന്ന തിരിച്ചറിവുണ്ടാക്കണം. ആ തിരിച്ചറിവുണ്ടാക്കണമെങ്കിൽ അതിനു പറ്റിയ സാധനങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പ്രസക്തിയില്ല എങ്കിൽ പോലും, അതല്ലെങ്കിൽ ഇന്ന് നടപ്പിലില്ല എങ്കിൽ പോലും അടിമത്തം ഇതാ ഇസ്ലാം അംഗീകരിച്ചിരിക്കുന്നു. കാരണം മുഹമ്മദ് നബി എന്ന് പറയുന്ന മനുഷ്യനാണ് ഇസ്ലാം മതം ഉണ്ടാക്കിയത്. ആ മനുഷ്യന് അടിമത്വം തെറ്റാണെന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ട് അതിവിടെ എഴുതി വെച്ചു. അതല്ലാതെ ലോകാവസാനം വരേക്ക് ദൈവം ഇറക്കിയ കിതാബാണെങ്കിൽ ഇങ്ങനെ ഒരു തോന്നിയാസം അതിനകത്ത് എഴുതാൻ സാധ്യതയില്ല എന്ന് വിശ്വാസികളോട് പറഞ്ഞ് വിശ്വാസികളെ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അടിമത്തം പോലുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് ശുക്കൂർ വക്കീലിന് അറിയാത്തതുകൊണ്ടല്ല, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് ഇത് അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ അവർ തൽക്കാലം വിശ്വാസികളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഒന്ന് ചൊറിയാൻ വരുന്നതാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഞങ്ങളെ ചൊറിഞ്ഞുകൊണ്ട് നിങ്ങൾ പരിഷ്കരണ പ്രവർത്തനം നടത്തേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക. ഞങ്ങൾ നിങ്ങളെ ചൊറിയാൻ വരുന്നില്ല. നിങ്ങളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളുടെ ഉദ്ദേശ്യശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക, നമ്മൾ നമ്മളുടെ പണിയെടുക്കും. ഇത് ചേകനൂർ മൗലവി വ്യക്തിപരമായിട്ട് തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ നമ്മളെ പണി ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കും, നിങ്ങൾ നിങ്ങളെ പണി നിങ്ങൾ പുറത്തുനിന്ന് എടുത്തോളി. നമ്മൾക്കൊക്കെ മനുഷ്യർ നന്നാവണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതുകൊണ്ട് പരസ്പരം ഒരു ഫൈറ്റ് വേണ്ട എന്ന നിലപാടായിരുന്നു അന്ന് അദ്ദേഹം എടുത്തത്. അതുതന്നെയാണ് മതം പരിഷ്കരിക്കാൻ നടക്കുന്ന ഇന്നത്തെ കാലത്തുള്ള ആളുകളോടും നമുക്ക് പറയാനുള്ളത്. ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ സംബോധന ചെയ്യുന്ന സമുദായം എന്ന് പറയുന്നത് പല തട്ടുകളിലായി നിൽക്കുന്നവരാണ്. അറിവിൻ്റെയും ചിന്തയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ വിവിധ തലങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളെയല്ല നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഈ മതത്തിലെ വിശ്വാസത്തെ സംബന്ധിച്ച് അത്യാവശ്യം ചിന്തിക്കുകയും സംശയിക്കുകയും ആ വിശ്വാസത്തെ തന്നെ സംശയത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അവരെയാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അവരെ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മളൊരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ മതം വിശ്വാസം കുറഞ്ഞാലും വിട്ടാലും അതിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ, ആ സമുദായത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ, ജീവിതത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓർത്തുകൊണ്ട് മുനാഫിക്കുകളായിട്ട് അവിടെ കഴിയുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പരിഷ്കരണവാദത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് മതത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്നതും മാനവികമായി പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതും നടക്കട്ടെ, ഇതും നടക്കട്ടെ. അതിനപ്പുറത്ത് യാഥാസ്ഥിതികരായിട്ടുള്ള മൗലികവാദികളായിട്ടുള്ള ആളുകൾ നമ്മളെയൊക്കെ ശത്രുക്കളാക്കിക്കൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളും മണ്ടത്തരങ്ങളും സമൂഹത്തിലേക്ക് നിരന്തരം പ്രസരിപ്പിച്ചുകൊണ്ട് പ്രചാരണ കോലാഹലങ്ങൾ നടത്തുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് അതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കും. അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ശുക്കൂർ വക്കീലിനെ പോലെയുള്ള ആളുകൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലം തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അങ്ങനെ പോയി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം ഈ മതം പൊള്ളയാണെന്നുള്ളത്. ഒരു മതമൗലികവാദി ഒരിക്കലും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകില്ല. കാരണം അയാൾ ഈ കള്ളത്തരം മനസ്സിലുണ്ടെങ്കിൽ പോലും അയാളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ അയാളുടെ മക്കൾക്ക് നീതി കിട്ടിയില്ലെങ്കിലും ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയുള്ളൂ. മറിച്ച് വിശ്വാസ കാര്യത്തിൽ അത്ര താല്പര്യമില്ലാത്തവരും വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രോത്സാഹനവും ധൈര്യം പകർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിനകത്ത് നടന്നോട്ടെ, ഇതിവിടെ നടന്നോട്ടെ.
ഈ മതം കൊണ്ട് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് ഈ മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടി വിവിധ തലങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അതിലൊരു പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ കൂടി കാണാൻ നിങ്ങളും ശ്രമിക്കുക എന്നതേ പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പരസ്പരം ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതാണ് അതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ വാദവുമായി പലരും രംഗത്തുണ്ട് എന്നതുകൊണ്ട് എല്ലാവരോടും കൂടിയായിട്ട് പൊതുവായിട്ട് പറഞ്ഞ ഒരു മറുപടി മാത്രമാണിത്. അല്ലാതെ ഇത് ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള മറുപടിയായിട്ട് കാണേണ്ടതില്ല.